ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഈ മൻസൂറാണല്ലേ സൈബ്? അതെ. അതെ. ഈ സുന്നികള് ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ? സുന്നികൾ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ? സുന്നികളല്ലേ മുസ്ലിങ്ങള്? സുന്നികൾ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ? സുന്നികൾ മുസ്ലിങ്ങളാണ് സാഹിബേ. അതന്നെ. അപ്പൊ അവര് ഈ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തു ഭാഗത്തൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ സുന്നി എന്ന് പറഞ്ഞ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അതന്നെ സുന്നി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മള് സുന്നി എന്ന് അറിയപ്പെടുന്ന ആളുണ്ടല്ലോ. സുന്നി ആയിട്ട് അറിയപ്പെടുന്ന ആളുകള്. ഇവിടെ ഇപ്പൊ പറയണതല്ല, സുന്നി എന്നത് കൊണ്ട് ജമാൽ ഉസ്താദ് ഉദ്ദേശിച്ചത് എന്താ? സുന്നി എന്ന് പറഞ്ഞാല് നബി, സഹാബത്ത്, താബീങ്ങൾ, അവരെ പിൻപറ്റി വരുന്ന ആളുകള്, ഇങ്ങനെ താബീങ്ങളായിട്ട് വരുന്ന ആളുകളാണ് സുന്നികൾ. അതെ അതെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ സുന്നി എന്നുള്ള വാക്ക് എന്നേക്കാൾ കൂടുതൽ അറിവും വിവരവും പാണ്ഡിത്യമുള്ള ഒരാളാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ജമാൽ ഉസ്താദെ, സുന്നി എന്ന വാക്ക് അത് നമുക്ക് ലഫ്ലിയായിട്ട് ഒരു വിദഗ്ധായ ഒരു വാക്കായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിന്റെ കാലത്ത് സുന്നി എന്ന വാക്കില്ല. സുന്നി എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത് ഏത് വാക്കിനെയാണ്? അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ ഇപ്പൊ സുന്നി മുജാഹിദ്, അപ്പൊ നമ്മൾ ഈ സുന്നി മുജാഹിദ് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, മൂരിഷ തരീഖത്ത്, അതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സുന്നിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഈ കേരളത്തിലത്തെ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞ രണ്ടും തെറ്റാണ്. സുന്നി എന്ന് കേരളത്തില് സുന്നികൾ പറയുന്നില്ല. പിന്നെ മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ, മുജാഹിദ് എന്ന വാക്ക് ലഫ്ലി ആയിക്കൊണ്ട് അത് ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ എന്നാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന വാക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് മുജാഹിദുകൾ എന്ന് പറയുന്നതെങ്കിൽ KNMകാര് അല്ലെങ്കിൽ അതിൽ നിന്ന് വേർതിരിഞ്ഞ് ഭിന്നകക്ഷികളായ ആളുകൾ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞിട്ടാലും നമ്മളിപ്പോ ഈ പറഞ്ഞില്ല വലിലേക്ക് വരാം. അല്ലേ ഇങ്ങനെ പറയുമ്പോ എന്താണെന്നറിയോ, ഇത് ഈ സംവാദങ്ങൾ നടക്കുമല്ലോ, നമ്മൾ നല്ലൊരു സൗഹൃദപരമായിട്ടാണല്ലോ സംസാരിക്കണേ. ഈ സംവാദങ്ങൾ നടക്കുമ്പോൾ സുന്നി മുജാഹിദ് സംവാദം, സുന്നി മുജാഹിദ് മുഖാമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടാണ് ഈ ആളുകൾ സുന്നി മുജാഹിദ് എന്നുള്ള ഒരു പേരിലേക്ക് വന്നത്. ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നത്, ആഗോളതലത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു യഥാർത്ഥ സത്യമാണ്. അപ്പോ സുന്നി ഷിയേ ഉള്ളൂ, അവിടെ മുജാഹിദ് ഇല്ല. ഈ സുന്നി ഷിയ എന്ന് പറയുമ്പോ നമ്മൾ പറയുന്ന സുന്നി, ഞാൻ നേരത്തെ പറഞ്ഞു, ലഫ്ലി ആയിക്കൊണ്ട് ആ വാക്ക് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, തറാവീഹ് എന്ന് പറയുന്ന പോലെ. അപ്പോ അഹ്ലു സുന്ന വൽ ജമാ എന്നത് കൊണ്ടാണ് താങ്കൾ അത് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ സംസാരിക്കാം. അപ്പൊ വിഷയം പറയാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ പരമ്പരാഗതമായി വരുന്ന ആളുകൾ, നിങ്ങള് ഇപ്പോഴും ഈ കേരളത്തിലെ, ഒരു മിനിറ്റ് ഉസ്താദേ, ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. അഹ്ലു സുന്ന വൽ ജമാ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ പറയാം. ആയിക്കോട്ടെ. ഞാൻ ഈ പരമ്പരാഗതമായിരുന്ന ഈ മുസ്ലിമീങ്ങള്, ഉസ്താദെ, പരമ്പരാഗതമായ ആ ഒരു പാരമ്പര്യം അല്ല നമുക്കുള്ളത്. ജമായിലേക്ക് വരുന്നത് നിങ്ങൾ പരമ്പരാഗതത്തിലേക്ക് പോകണ്ട. ഇവിടെ പരമ്പരാഗതമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കുറെ എണ്ണങ്ങളുണ്ട്. അതിലൊന്നും ആ ഒരു അതെങ്ങനെയെന്നറിയോ, വഹ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ വലാ തഫറഖു, അങ്ങനെ തന്നെ ലായത്ത്. അപ്പൊ ആ ഒരു ഭിന്നകക്ഷികളായ ആളുകൾ അള്ളാന്റെ ആ ഒരു കലാമിന് എതിരായിക്കൊണ്ട്, അള്ളാഹുവിന്റെ കലാമ് നമുക്ക് അധ്യാപനം നൽകുന്ന ആ ഒരു കാര്യത്തിനെതിരായിക്കൊണ്ട് ഭിന്നകക്ഷികളായ ഈ കേരളത്തിലിട്ടാവട്ടത്തിലുള്ള സാധനത്തിനോടാണെങ്കിൽ നമുക്ക് ആ ഒരു ആദർശത്തിൽ ഒന്നും സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് ഞാൻ പറഞ്ഞോളൂ വെച്ചാല് വിഷയങ്ങളതല്ല. എന്നുവെച്ചാല് നമ്മൾ ശരിക്കും പറയുന്നുണ്ടല്ലോ, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മുശ്രിക്കിനെ എന്ത് ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. മുശ്രിക്കാത്ത് ഹത്തായുമിന്ന, അവർ മുഅ്മിനീങ്ങൾ നിശ്ചയമായി മുഅ്മിനീങ്ങളാകുന്നത് വരെ അവരെന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ആളുകള് അവരങ്ങ് മുശ്രിക്കാണെന്ന് പറയലോട് കൂടെ നമ്മുടെ മുജാഹിദ് മറ്റേ സുന്നി മുജാഹിദും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. സർവ്വസാധാരണത്തില്ല പോരാ. മയ്യത്ത് നിസ്കാരങ്ങളിലൊക്കെ നമ്മളിവിടൊക്കെ പല മയ്യത്ത് നിസ്കാരം പങ്കെടുക്കില്ല, എല്ലാ മയ്യത്ത് നിസ്കാരം പങ്കെടുക്കില്ല. അതിലൊക്കെ കാണാം സുന്നികൾ അങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ അവരെ ഖബർസ്ഥാനത്തിൽ അവരെ മറവ് ചെയ്യും.
ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഖുർആനിലാണ് പറഞ്ഞെന്താ വെച്ചാല് മുശ്രിക്കിനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, മുശ്രിക്കിന്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല, മുശ്രിക്കിന്റെ മേലില് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഖുർആന്റെ ഭാഷ. ചെയ്യണതൊക്കെ ആളുകൾ ചെയ്യണതൊക്കെ നേരെ മറിച്ചുമാണ് അല്ലെ? നിങ്ങൾ കാണണമെന്നില്ലേ? നിങ്ങള് ഞാൻ പറഞ്ഞിടത്തേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ കൂടുന്ന ഒരു സാധനം ഉണ്ട്, ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, അത് വന്ന് ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല. ജമാൽ ഉസ്താദ് എനിക്ക് നേരത്തെ മുമ്പ് വിളിച്ചിട്ടുള്ള ആളല്ലേ? നിങ്ങൾ എനിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ജമാൽ ഉസ്താദെ നിങ്ങളെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? നമ്മൾ ഒമാനൂരിന്ന് വിളിക്കുന്നത്. ഒമാനൂരിന്ന്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഖുർആന്റെ അധ്യാപനത്തിന്റെ ആ ഒരു വാക്കിൽ പറയുമ്പോൾ അവിടെ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഒരു മുശ്രിക്കീങ്ങളാണെന്നാണോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? അല്ല, ഇപ്പൊ സാധാരണഗതിയില് മുജാഹിദിന്റെ വിഷയങ്ങൾ പോലും പറഞ്ഞാൽ ഒരു മുശ്രിക്കാണെന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു മുജാഹിദ് ആയത്. എന്തുകൊണ്ടാണ് അങ്ങനെ മുശ്രിക്ക് എന്ന് പറഞ്ഞത് അറിയോ? അത് ഞാൻ പറയാം, അങ്ങനെ പറ്റൂല. അങ്ങനെ അതിലോട് കൂടെ തന്നെ അവരും ചെയ്യുന്നു. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ സുന്നികളാക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഒരു മുശ്രിക്ക് ആളെ സംബന്ധിച്ച് പറയണോ, ഓലെ മുശ്രിക്ക് ആളെ സംബന്ധിച്ച് പറയണോ, ഓല് കല്യാണം കഴിക്കില്ല. ഒറ്റ ഹിന്ദുവിനെ അല്ലെങ്കിൽ ഒറ്റ ക്രിസ്ത്യാനി ഒരു കല്യാണം കഴിക്കില്ല. നിക്കാഹ് പ്രകാരം, അല്ലാതെ നിക്കാഹ് പ്രകാരം. അതേപോലെ തന്നെ ഓലെ പേരിൽ ഒരു ഹിന്ദുവിന്റെ പേര് മയ്യത്ത് സ്കരിക്കുക, ഒരു ഹിന്ദുവിന്റെ പേരില് പിന്നെ നമ്മളിവിടെ പള്ളിക്കാട്ട് മറവ് ചെയ്യുക, ഒരു ഹിന്ദുവിന്റെ പേരിൽ ചെയ്യുക. അമ്മ ഒരു മുശ്രിക്ക് സുന്നികൾ ആരെ സംബന്ധിച്ച് മുശ്രിക്ക് എന്ന് പറയണോ, ഓലൊന്നും ചെയ്യില്ല. ഓരോ പേരില് മറ്റേ സുന്നികൾ സാധാരണ ഗതിയിലും മുശ്രിക്ക് ആരെ വെച്ചോ ഓരോ ഈ വിഷയത്തിലൊന്നും ഈ മതകീയമായ ഇടപാടിലും ഓരോ ചേർക്കില്ല. പക്ഷെ നേരെ മറിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന ആളുകള് ശരി, ഞാൻ മറുപടി പറയാം. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. പക്ഷെ നിങ്ങള് അവിടെ എന്താണെന്നറിയോ, നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് പിന്നെ അവിടേക്ക് വേറൊന്നും അവിടേക്ക് എടുക്കാത്ത രൂപത്തിലാവരുത്. എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളെ മുശ്രിക്ക് എന്ന് പറയുന്നത്? അതൊന്നും നിങ്ങൾ പറഞ്ഞുതരുമോ? ഞാൻ പറയാം. അതെ, പക്ഷെ അങ്ങനെ മുശ്രിക്കാണ് എന്നവർ ഉറപ്പാണല്ലോ, അവർ പറയുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഒരു മുജാഹിദായത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2-3 തവണ പറഞ്ഞു കഴിഞ്ഞു. കൺജസ്റ്റഡ് ആവുള്ളൂ അല്ലേ? കൺജസ്റ്റഡ് ആവുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവരെ മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന അവസ്ഥകൾ ഓലത്തുണ്ടായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഉസ്താദേ, അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ആരെയും മുശ്രിക്കാക്കാൻ വരുന്നില്ല, ഞാൻ ആരെയും മുശ്രിക്കാക്കുന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറഞ്ഞത് നിങ്ങൾ തുടങ്ങിയത് സുന്നികൾ എന്ന് നിങ്ങൾ പറയുന്ന, ഞാൻ പറയുന്നു അവർ അവകാശപ്പെടുന്ന, അല്ലാതെ സുന്നികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ പുസ്തകം അവർക്ക് എത്തണില്ല. അഹ്ലു സുന്ന വൽ ജമാ എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണോ അവരുടെ സുന്നികൾ എന്ന് നിങ്ങൾ പറയുന്നത്? നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയണത് ഞാൻ പറഞ്ഞു ഉസ്താദേ, ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തല്ല ഇസ്ലാം ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞാല് ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ ഒരു പരമ്പരാഗത മുസ്ലിം എന്നുള്ള ലെവലിലാണ്. പരമ്പരാഗത മുസ്ലിം, ഞാനൊക്കെ പരമ്പരാഗത മുസ്ലിമാണ് ഉസ്താദേ. പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാല് പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. സംശയമുണ്ടോ? പിന്നെ അല്ലേ, നിങ്ങൾ ഇതിന് മറുപടി അറിയും. ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. സംശയമുണ്ടോ? ഇസ്ലാം പരമ്പരാഗത ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. അതിനെന്തെങ്കിലും സംശയങ്ങൾക്ക് ഉണ്ടോ? ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാവില്ല. ഇസ്നാദുകളിലൂടെയാണ്. എങ്ങനെ? ഇസ്നാദുകളിലൂടെയാണ് ഇസ്ലാം എന്ന് നിങ്ങളുടെയും എന്റെയും അടുത്ത് വന്നിട്ടുള്ളത്. നമ്മള് അങ്ങനെയല്ല. അതാണ് ഉസ്താദേ പ്രശ്നം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ജമാൽ സാഹിബേ, ഇസ്ലാം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഈ ലോകത്തുണ്ട്. ആ ആദം നബിയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള അഖീദയില് ആ ആദം നബി മുതല് ഇന്ന് ഇങ്ങക്കും എനിക്കും മാറ്റം വരാൻ പാടില്ല. നാളെ ഉണ്ടാവുന്ന തലമുറയ്ക്കും മാറ്റമില്ല. സ്പിരിച്വൽ ആയിക്കൊണ്ട്, അതായത് വിശ്വാസപരമായ കാര്യങ്ങളില്. എന്നാൽ സോഷ്യൽ ആയിക്കൊണ്ട് പല കാര്യങ്ങളിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പറയപ്പെടുന്ന വിവാഹം ഉണ്ടല്ലോ, ഇത് ആദം നബിയുടെ കാലത്ത് ഇരട്ട മക്കളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വിവാഹം കഴിച്ചിരുന്നത്.
അത് ആ മില്ലത്താണ്. അത് കാലക്രമേണ അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നൂഹ് നബിയുടെ കാലം, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും വന്ന് നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ് നമുക്കിന്നുള്ളത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ, ആ ഒരു പരമ്പരയിൽ ജനിക്കുകയും ആ മില്ലത്തിൽ ജീവിക്കുകയും ആ മില്ലത്ത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും ആ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അയിമ്മത്തിന്റെ ഉലമാക്കളും പറഞ്ഞു തന്നതനുസരിച്ച് ആണ് നമുക്ക് ഇസ്ലാം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു സാധനം ഇസ്ലാമിലേക്ക് വരുമ്പോ അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണ്ട ഉസ്താദേ? അതെ, പിന്നെ ഇസ്ലാമിൽ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞ, ഇസ്ലാമിൽ എന്തൊക്കെയില്ല, ഇത് ശരിക്ക് ഫർള് എന്താണ്, നിർബന്ധം എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാത്തത് എന്താണ് എന്ന് ശരിക്കും എന്ത് പണ്ഡിതന്മാർക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കണ പോലെ മൻസൂറിനെ പറ്റിക്കാൻ നിൽക്കണ്ട. പണ്ഡിതന്മാർക്ക് എവിടുന്ന് കിട്ടി? പണ്ഡിതന്മാർക്ക് വഹിയുണ്ടോ? നിങ്ങൾ അത് പറഞ്ഞു പോയിക്കോളിയും. അത് പറഞ്ഞു പോയിക്കോളി. ഞാനൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കേണ്ടി പറഞ്ഞു. നബിന്റെ കാലത്ത് ഹദീസ് ലക്ഷക്കണക്കായ ഹദീസുണ്ട്. നബി 23 വർഷം ജീവിച്ചിട്ടുണ്ട്. ആ 23 വർഷം ജീവിച്ചത് എന്തൊക്കെയാണ് നബി ചെയ്തത് എന്നുള്ളത് ആ നബിന്റെ സഹാബത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്ക് സഹാബത്തിന് മാത്രം. പിന്നെ പറഞ്ഞില്ല, അവരോട് പിൻപറ്റിയ താബിഈങ്ങൾക്ക് അറിയും, പിന്നെ അവരോട് പിൻപറ്റിയ ആളുകൾക്ക് അറിയും എന്നല്ലാതെ ആ 23 വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്ന് റിക്കാർഡിക്കലില്ല. ഫുള്ള് എന്നല്ല, പരിമിതമായിക്കൊള്ള ചില സഹാബ ആളുകൾ എഴുതിയ മാത്രമേ ഉള്ളൂ. എന്നാൽ എഴുതിയത് നബിന്റെ കാലത്ത് എഴുതിയില്ല. പിൽക്കാലത്ത് വലിയ വലിയ ഇമാമിയങ്ങളൊന്നും ലക്ഷക്കണക്കിന് ഹദീസുകൾ ഒരാരും എഴുതിയിട്ടില്ല. പിൽക്കാലത്ത് മാത്രമാണ്, ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കിതാബ് രചന തുടങ്ങിയത്. അതൊന്നും ഫുള്ള് ഇപ്പോഴും റിക്കാർഡിക്കലില്ല. എന്തൊക്കെ നബി ചെയ്തതെന്നോ നബി ചെയ്യാത്ത എന്താണെന്നോ നബി പറഞ്ഞ എന്താണെന്നോ ഒക്കെ മനസ്സിക്ക് കിതാബ് റിക്കാർഡിക്കൽ വേണ്ടേ? 23 വർഷത്തെ ജീവിതം എന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും അറിവുണ്ടോ? ഒരു അറിവില്ല, ആഴത്തില്ല. എന്നുള്ള ആഴത്തും ഇല്ല, ഫുള്ളായിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ ഗ്രന്ഥരചന നടന്നത് പിൽക്കാലത്താണ്. അതിന് 6 നൂറ്റാണ്ട് 7 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ലോഡ് കണക്കിന് കിതാബുകൾ എഴുതാൻ ഇതിനൊക്കെ തുടങ്ങിയത്. 7 നൂറ്റാണ്ടിന് മുമ്പ് കിതാബുകളൊന്നുമില്ല. വളരെ പരിമിതമായ കിതാബുകൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണ്ട. സഹീൽ ബുഖാരി, സഹീൽ മുസ്ലിം, ഇതൊക്കെ 7 നൂറ്റാണ്ടിന് ശേഷം വന്നാണോ? അത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്? അല്ല, 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണോ? ഇമാം ബുഖാരി ജനിച്ചതും വഫാത്താതും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞതിനാണ് ചോദിക്കുന്നത്. ഈ ഇതെന്താ മന്തിക്കോരി നടക്കൂല സാഹിബേ, അതൊന്നും ഇവിടെ നടക്കൂല. നിങ്ങൾ 7 നൂറ്റാണ്ടിന് ശേഷമാണ് ഗ്രന്ഥങ്ങൾ വന്നു എന്ന് പറയുമ്പോ ആദ്യത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഇവിടെ പ്രസ് ഉണ്ടായതും പ്രസ്സിലടിച്ച ബുക്ക് അവിടെ അന്നത്തെ കാലത്ത് നിങ്ങളാ പറയുന്ന വർത്തമാനത്തിനൊന്നും എനിക്ക് സമയമല്ല. അതായത് ഒരു മിനിറ്റ് പറയട്ടെ. പ്രസിഡന്റായ കണക്കൊക്കെ പറയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാനിയ ലിപിയിൽ എഴുതിയ ഗ്രന്ഥം ഏതാ? ഗ്രന്ഥത്തിന്റെ പേര് അറിയുന്നത്? ഏതാ ഗ്രന്ഥം? നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഗ്രന്ഥങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. 7 നൂറ്റാണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല. 7 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ഞാൻ അതിന് മുമ്പ് തീരെ ഇല്ലാന്നല്ല, കൂടുതൽ ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അതില് ഒരു മാറ്റം വരുത്തി. ഇനി ഇവിടെ ചോദിക്കാനുള്ളത് ഗ്രന്ഥങ്ങളുടെ കാര്യം പറയുമ്പോ പരിശുദ്ധ ഖുർആൻ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇന്ന് സ്വീകരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? നമ്മളിപ്പോ ആധികാരികമായിട്ട് ഖുർആൻ കഴിഞ്ഞ പിന്നെ ബുഖാരിയാണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഖുർആൻ കഴിഞ്ഞിട്ട് ഏറ്റവും ആധികാരിക ഏതാണ്, അത് കഴിഞ്ഞിട്ട് ആധികാരിക ഏതാണെന്നല്ല ഞാൻ ചോദിച്ചത്. ഖുർആൻ എന്ന് പറയുന്ന അത് ഗ്രന്ഥരൂപത്തിലായതിനു ശേഷം ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് ഗ്രന്ഥരൂപത്തിൽ വന്ന ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കിതാബ് അത് ഏതാണ്? അത് ഔസത്ത് എന്ന കിതാബുണ്ട്. രചയിതാവാരാ? ഇമാം അബൂ ഹനീഫ രചിച്ചിട്ടുണ്ട്.
ആ ഷാഫി ഇമാമിലേക്ക് ആകെ 5 കിതാബാണ് ഷാഫി ഇമാം ഉണ്ടാക്കിയത്. ഈ ഷാഫി ഇമാം എത്രാമത്തെ വയസ്സിലാണ് വഫാത്താവുന്നത്? മൂപ്പര് 155 വഫാത്തായി. അല്ലല്ല ഇങ്ങനെ നിങ്ങൾ വിടുവായത്തം പറയാനാണ്. നിങ്ങൾ ഏത് ഷാഫിനാണ്? അയ്മോക്കാന്റെ പേര് കൂടി ഷാഫിനല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഇമാമുന ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന ഷാഫി ഇമാം ഈ 54-ാമത്തെ വയസ്സില് അല്ലെങ്കിൽ 54 വയസ്സുള്ള 55-ാം വയസ്സിൽ വഫാത്താകുന്ന ഇമാമുന ഷാഫി റഹിമഹുല്ലക്ക് എത്ര ഗ്രന്ഥങ്ങളുണ്ട്? 5 ഗ്രന്ഥം. എത്ര കൗലുണ്ട്? കൗലുകൾ എന്ന് പറഞ്ഞാൽ ഇമാമിയങ്ങളാണ്, മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങളാണ്. അവർ പണ്ഡിതരോ വിശദീകരിക്കാനല്ല നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് അറിയെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. കൗല് എന്ന് പറഞ്ഞാൽ അത് ഇമാമിയങ്ങൾ. കൗല് എനിക്ക് പഠിപ്പിക്കണ്ട സഹോദര. എത്ര കൗലുണ്ട്? എത്ര കൗലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. ആകെത്ര പറഞ്ഞാണോ എത്ര അതാണ് പഠിക്കണങ്ങള്. നിങ്ങൾ ഇമാമു ഷാഫി അല്ലേ? ഇന്റെ ഇമാമിന് ഞങ്ങൾ മദ്ഹബാണ് ഷാഫി. അതെ, നിങ്ങൾ മദ്ഹബ് ഷാഫി ആകുമ്പോ ഷാഫി മദ്ഹബിന്റെ ഇമാമ് ഷാഫി ഇമാമന്നല്ലേ? മുഹമ്മദ് ഷാഫി. പറയട്ടെ പ്ലീസ്. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് സമയം തന്നു, ഇനി ഒരുപാട് സമയം തരും. ഇവിടെ ഇമാം ഷാഫിക്ക് 2 കൗലുണ്ട്. ഒന്ന് കൗല് ഖദീമാണ്, ഒന്ന് കൗല് ജദീദാണ്. നിങ്ങൾക്ക് രണ്ടും ഒന്നാണ്. ഇതാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ അതോടക്കട്ടെ. ഇനി നിങ്ങളുടെ വിശ്വാസം അഖീദാപരമായിക്കൊണ്ട് നിങ്ങൾ ഏത് ഇമാമിനെ സ്വീകരിക്കുന്നത്? ഞങ്ങൾ അഖീദപരമായിക്കൊണ്ട് അഖീദയിൽ ഞങ്ങൾക്ക് അഖീദ അല്ലാഹു. ഞാൻ പറയുന്നുണ്ട്, വിഷയം പറയുന്നുണ്ട്. അഖീദയിൽ ഒരു ഇമാം ഉണ്ടാകൂല എന്നുള്ളതാണ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം. വിശ്വാസം അല്ലല്ലേ? അങ്ങനെ പറഞ്ഞു പോലെ ജമാൽ മുസ്ലിയാരെ വയൽ നിർത്തി. നിങ്ങൾ ഏത് സമസ്തയുടെ ഭാഗമായിട്ടുള്ള ആളാണ്? ഞാനൊരു സമസ്തനാണ് വിളിക്കുന്നത്. അത് ശരി, നിങ്ങൾ സമസ്തക്കാരനല്ല. ഞാനൊരു സമസ്തനാണ്. പിന്നെ തരീഖത്തായിരുന്നാ? ഞങ്ങൾ പരമ്പരാഗത മുസ്ലിമാണ്. പരമ്പരാഗത മുസ്ലിം? അങ്ങനെ ഒരു മുസ്ലിമിനെ കുറിച്ച് കേട്ടില്ല. പിന്നെ ആകട്ടെ, ഇവിടെയുള്ള ഇരു സമസ്തകള് അവര് പറയുന്നത് 4-ാലൊരു മദ്ഹബും 2-ാലൊരു ത്വരീഖത്തുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത് അഖീദാപരമായിക്കൊണ്ട് ഒന്നുകിലോ അശ്അരി ത്വരീഖത്തായിരിക്കണം, അല്ലെങ്കിൽ മാതുരീദി ത്വരീഖത്തായിരിക്കണം. ഇനി അതവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇങ്ങോട്ട് പറയാം. നിങ്ങള് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ആ മഹാരഥനായ മുജദ്ദിദായ പണ്ഡിത കേസരിയെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ലോകത്തുള്ള ഔലിയ വലിയായിട്ട് അറിയപ്പെട്ട ആളുകള് വലിയാണെന്ന് ആരെ പറഞ്ഞു? നിങ്ങളെടുത്ത് മുത്തവാത്തിറാണ് അത് ആ വിഷയം. മുത്തവാത്തിറക്കട്ടെ. ആരെ പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്ഖ് വലിയാണെന്ന്? ആരെ പറഞ്ഞു? അല്ലാഹ് ഒന്ന് പറഞ്ഞു. നമുക്കിപ്പോ ഒരാൾ ഇങ്ങനെ പേര് ചെയ്തിട്ടുണ്ട് അവസ്ഥയില്ല. നമ്മൾ സാധാരണ ഗതിയിൽ ഇന്ന വിഷയം നമ്മൾ വാഹിരിയായിട്ടുള്ള ഓരോ കാരണങ്ങൾ മനസ്സിലായി. വലിയാണ് എന്നറിയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? വലിയ എന്ന് പറഞ്ഞാൽ നിർവചനമുണ്ട്. നിർവചനമല്ലേ ചോദിച്ചത്? നിർവചനങ്ങൾ പറയണ്ട. നിർവചനം ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ എന്തൊക്കെ കാട് കയറി പറഞ്ഞുകൊണ്ട് വന്നൊരു മനുഷ്യനാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരാള് വലിയാണ് എന്ന് അള്ളാന്റെ ഔലിയാണെന്നുണ്ടെങ്കിൽ അള്ളയാണ് പറയണ്ടേ? അത് അറിയാന് അള്ളാഹ് പറയാന് വഹീ നിലച്ചു പോയിട്ടുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ. എങ്ങനെയാണ് ഒരാള് ഇവിടെ CM മറവൂര് ചോദിച്ചതിനൊന്നും മറുപടി ഇല്ല. അപ്പൊ ജിബ്രീലിന് ഇപ്പൊ എന്താ ജോലി ഉള്ളത്? ഏത് അംബിയാ മുർസൽക്ക് വഴി നിൽക്കപ്പോ ജിബ്രീലിന് ഇപ്പൊ എന്താ ജോലി ഉള്ളത്? ജിബ്രീലിന് എന്താ ജോലി ഉള്ളത് അള്ളാനോട് ചോദിച്ചു നോക്കി. അപ്പൊ അംബിയാ മുർസൽക്ക് വഴി എത്തിച്ചോളൂ. അംബിയാ മുർസൽ കഴിഞ്ഞ അതാ നിങ്ങൾക്ക് അറിയില്ലല്ലേ? 1400 കൊല്ലം മുമ്പേ ഖാത്തിമുൽ അംബിയ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് വർത്താനം ഇങ്ങനെ ഈ പറയണ? ഒരു കാര്യം ഒന്ന് പറയാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയട്ടെ മനുഷ്യ. നിങ്ങൾ ഒന്നെങ്കിലോ ഒരു കാര്യം അടിസ്ഥാനമുള്ള ഒരു വിഷയം വ്യക്തമായിക്കൊണ്ട് നിങ്ങൾ പറയണം. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെന്തെങ്കിലും കാട് കയറി പോകും. ഇവിടെ നിങ്ങൾ ചോദിച്ചു വന്നത് സുന്നി മുജാഹിദും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത്. അതിനൊക്കെ തെറ്റിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എവിടൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു ലെവലിലാണ്. അപ്പോ ഇവിടെ സുന്നി എന്ന് പറയുന്ന ആളുകൾ സമസ്തക്കാരാണ്.
ആ. ഇത് സുന്നി എന്ന് പറയുന്നത് താമസക്കാരാണ് ഈ സമസ്ത ഉള്ള കാലത്ത് തന്നെ, സമസ്ത ഉണ്ടാക്കി ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് തന്നെ അതിനെ കൈപ്പറ്റ വീരാൻകുട്ടികളിൽ പല ആളുകളും, അന്നത്തെ പല ആലിമീങ്ങളും അങ്ങനെ സംഘടന ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായോ? വലിയ വലിയ ആലിമ്യങ്ങൾ തന്നെ ഇല്ലാത്തവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്, ഇന്നുണ്ടത്. ഇന്ന് എത്രയോ ബാക്കന്മാരും പണ്ഡിതന്മാരും സമസ്തയെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, അനുകൂലിക്കാത്ത ആളുകളുണ്ട്. സമസ്ത എന്ന് ഇവിടെ എല്ലാവരും കൂടി സമസ്തന്റെ ആളുകളൊന്നുമല്ല. ഇവിടെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പരമ്പരാഗതമായി പോകുന്ന ആളുകളാണ്. ഞങ്ങൾ പറഞ്ഞ സമസ്ത എന്ന് പറഞ്ഞാൽ ഇപ്പം സമസ്ത എന്ന് പറഞ്ഞാൽ ലെറ്റർപേഡും സീലും EK സമസ്തി, AP സമസ്തിയും സമസ്ഥാനിയും ദക്ഷിണ കേരളയും അങ്ങനെയല്ല. ഇതൊരു ആശയമാണ്, ആദർശമാണ്, അതൊരു മതമാണ്. ആദ്യം അത് മനസ്സിലാക്കുക. അല്ലാണ്ട് EK സമസ്ത, AP സമസ്ത, ദക്ഷിണ കേരള, സംസ്ഥാന സുന്നി അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ പാടെ ഉരുട്ടിയിട്ടൊരു ഉണ്ടാക്കിയിട്ടൊരു വിശ്വാസമാണത്. മൊഹീദ്ദീൻ ഷെയ്ഖ് വലിയാണ്, ആ വലിയനോട് വിളിച്ച് തേടാം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിന് പറയണാണ്. ഇനി കുബൂരി ഖുറാഫി എന്ന് പറയണ്ടെന്ന് എഴുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൽ പെടുങ്ങള്. മനസ്സിലായോ? മനസ്സിലായില്ലേ? പറയട്ടെ നിങ്ങൾ പറഞ്ഞോളി, എത്ര വേണം പറഞ്ഞു. ഞാൻ പറയട്ടെ ചോദിച്ചു. ഈ ഖുർആനിലൊക്കെ പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ഇലാഹുണ്ടോ? അതിലട്ടോ ഇലാഹൻ എന്ന് അള്ളാഹു തആല വ്യക്തമായിട്ട് പറഞ്ഞു. ഇലാഹായ നിലയിൽ വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഖുർആനിൽ ഇലാഹ്, നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹുണ്ടോ? ഇങ്ങനെ അള്ളാഹു തആല അപ്പൊ ഇലാഹൻ എന്നുള്ള അവിടെയാണ് പോയിന്റ്. ലാ ഇലാഹ, ആ ഇലാഹാണ്. പിന്നെ വൈദ്യുജനെ വിളിച്ചില്ല, മൂപ്പര് കേട്ടില്ല. ഒന്നുകിലെ പൊട്ടത്തര ഇക്കാരം വിളിച്ചവന്, അല്ലെ കേളില്ല പൊട്ടത്തര. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അതിനിപ്പോ ഒരാളെനിക്ക് വിളിച്ചില്ല എന്നുള്ളത് കൊണ്ടോ ഒന്നും എന്ത് ചെയ്യില്ല, ഒരു ശിർക്കും വരില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരി, നിങ്ങൾ മനസ്സിലാക്കിയോടത്ത് നിൽക്കും. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോ ഇലാഹി എന്ന് പറഞ്ഞാൽ അത് അള്ളയാണ്. എന്താണ് ഇലാഹി എന്ന വാക്കിന്റെ അർത്ഥം? പരന്ന് പറയരുത്, അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞുതരും. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാണ് അർത്ഥം നിങ്ങൾക്ക് കിട്ടിയത്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്നുള്ള അർത്ഥം എവിടുന്ന കിട്ടിയത്? പറഞ്ഞോളി. നമ്മൾ പറയും മഅബൂദ്, അത് ഒരു ആമായ പദാണ്, വ്യാപകമായ പദാണ്, എല്ലാവർക്കും ഉപയോഗിക്കുക ഇലാഹ്. ഇലാഹ് അള്ളാഹ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹക്ക് കൊണ്ട് ഇബാദത്ത് എടുക്കുന്ന ഒരാൾക്ക് വാജിബുൽ വുജൂദായ ഉണ്ടാത്ത നിർബന്ധമായ അള്ളാഹ്ക്ക് മാത്രം പറയുന്ന പേരാണ് അള്ളാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഈ അള്ളാഹ് എന്ന് പറഞ്ഞാല് ആ വാക്ക് ഏത് വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാ? അൽ ഇലാഹി എന്നുള്ള അത്രേ ഉള്ളൂ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സംഭവമാക്കിയിട്ട് കൊണ്ടോണ്ട. അൽ ഇലാഹി എന്നുള്ള സാധനം തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ഇലാഹ് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾ ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകണ്ട. എന്താണ് ഇലാഹി എന്ന വാക്കിനർത്ഥം? ഇലാഹി എന്ന് പറഞ്ഞാൽ മഅബൂദ്. ഇലാഹി എന്ന് പറഞ്ഞാൽ മഅബൂദ്. എന്നാ മലയാളത്തിൽ കൊണ്ട് പറഞ്ഞോളി. അപ്പോഴല്ലേ അതിങ്ങോട്ട് ചുരുക്കാവുള്ളൂ. ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആരാധനക്കർഹൻ എന്നും വേണമെങ്കിൽ പറയാം അല്ലേ? ആരാധനക്കർഹൻ എന്ന് പറയും ഇലാഹൻ എന്ന് പറയാം. ആയിക്കോട്ടെ. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മറ്റൊന്നാണ് അല്ലേ? ആരാധനക്കർഹൻ ഇലാഹ്. ഇലാഹ് എന്ന വാക്ക് അതിന് ബഹുവചനമുണ്ടോ ഇല്ലേ? ഇലാഹിൽ ബഹുവചനം ഗോഡ്സ് ഒന്നല്ല. ഗോഡിന് ദൈവമേ വരുള്ളൂ. ഇത് ദൈവം എന്ന് പറഞ്ഞാൽ തീരൂല. അപ്പൊ നമുക്കിനി ഇതിപ്പോ ഇലാഹുമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. പിന്നെ ലാ ഇലാഹ ഉണ്ട്, ഇല്ലല്ലാഹ് ഉണ്ട്, റബ്ബ് ഉണ്ട്. റബ്ബിന്റെ 3 തലങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കോളം പറഞ്ഞാലും നിങ്ങൾ പഠിച്ച മന്തിക്കും മാലിന്യം ഒന്നും ഇവിടെ ചെലവാവൂല. ഞാൻ ചോദിച്ചത് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹെന്ന് താങ്കൾ പറഞ്ഞു, അത് നമ്മൾ രണ്ടാളും അംഗീകരിച്ചു. ഇലാഹിന് ബഹുവചനമുണ്ടോ?
പിന്നെ അല്ല നമ്മളെന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ? അങ്ങനെയൊക്കെ പറയണം. ഖുർആൻ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഈ തരത്തില് പടച്ചോനെ മറന്ന് പടപ്പുകളെ വിളിച്ച് തേടുന്ന ഈ ചാത്തന്മാരായി നടക്കുന്ന നിങ്ങള്. മൂത്തോനെയല്ല വിളിക്കേണ്ടത്. ഇന്നത്തെ എന്റെ വീഡിയോയുടെ ക്യാപ്ഷനിൽ അതാണ്, മൂത്തോനെയല്ല വിളിക്കേണ്ട ചാത്തന്മാരെ, നിങ്ങൾ പടച്ചോനെ വിളിക്കുകയും. നമ്മളതൊന്നല്ല, നമ്മളത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ അടുത്തുള്ളത്. ലാ ഇലാഹ എന്നാണ് ഒരൊറ്റ ഇലാഹുമില്ല. അപ്പൊ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാല്? ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അവളോട് കഴിഞ്ഞ്. ഒരു ഇലാഹു ഇല്ല. പിന്നെ അപ്പൊ നമ്മളൊരു കാഫിർ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഇലാഹ എന്ന് പറഞ്ഞാൽ അവളോട് കഴിഞ്ഞ്. ഒരു മിനിറ്റ് ഈ മക്ക മുശ്രിക്കുകളായ ആളുകളുണ്ടല്ലോ, ഓല് ഇലാഹ് എന്ന് കണ്ട് ആരാധിച്ചിരുന്നത് ആരെയാണ്? മക്ക മുശ്രിക്കീങ്ങള് പിന്നെ ഓല് അള്ളാനെ സംബന്ധിച്ചുകൊണ്ട് അള്ളാനെ അവർ പരിഗണിച്ചിരുന്നില്ല. തന്നെ പറഞ്ഞ ഞാൻ പറഞ്ഞതാ. അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ എന്താണ് ഷിർക്ക്? പറഞ്ഞോണ്ട് പോയിക്കോളി. നിങ്ങൾ അജാതി വർത്താനം ഇപ്പൊ നടക്കൂല. എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോളേ? പറഞ്ഞാൽ ബഹുദൈവ ആരാധന. ഷിർക്ക് എന്ന് പറഞ്ഞാല് ബഹുദൈവ ആരാധന. ബഹുദൈവ ആരാധന അല്ല, അങ്ങനെയല്ല അത് പറയേണ്ടത്. അങ്ങനെ ബഹുദൈവ ആരാധനയാണോ ഷിർക്ക്? എവിടുന്ന മൊയ്‌ലേ നിങ്ങൾ ഈ ദീന് പഠിച്ചത്? എവിടുന്ന ഷിർക്ക് പഠിച്ചത്? എന്താണ് ഷിർക്ക്? ബഹുദൈവ ആരാധനക്ക് ഷിർക്ക് എന്ന് പറയില്ല. എങ്ങനെ? അപ്പം മൻസൂർ ബായിക്ക് തുല്യനായിട്ട് ഒരാളുണ്ടാകുമ്പോ എങ്ങനെ ഒന്നും കൂടി മൻസൂർ ബായിക്കുള്ള മൻസൂർ ബായി അല്ല ഇവിടെ അള്ളാന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിർക്ക് എന്താണ്? അഷ്റക യുശ്രികു ഇഷ്റാകൻ വഹുവ മുശ്രികൂൻ. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? അഷ്റക യുശ്രികു ഇഷ്റാകൻ വഹുവ മുശ്രികൂൻ. മുശ്രിക്ക് ഷിർക്ക് അല്ലെങ്കിൽ മുശ്രിക്ക്. ആരാണ് മുശ്രിക്ക്? പങ്കുകാരൻ. ആരില് പങ്കുകാരൻ? പങ്കുകാരൻ പറഞ്ഞാല് പിന്നെ ദൈവത്തിൽ അങ്ങനെയല്ല അള്ളാഹുവില് നിദ്ദകൾ അള്ളാഹു തുല്യൻ. മൊയ്ലേറെ ആ പണിയൊന്നും നടക്കൂല. അത് നിദ്ദനല്ല ഞാൻ ചോദിച്ചത്, മുശ്രിക്കിനെ ചോദിച്ചത്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഉണ്ടാണ്ടിരിക്കണം. അള്ളാഹുവില് പങ്ക് ചേർക്കുന്നവനെയാണ് മുശ്രിക്ക് എന്ന് പറയാ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് മക്ക മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന്. പിന്നെ എങ്ങനെ ഒരു മുശ്രിക്കായത്? പിന്നൊന്നല്ല, അത് പറഞ്ഞാൽ മതി. അള്ളാഹുൽ എങ്ങനെ അവർ പങ്കു ചേർത്തു? അതായത് ആളുകൾ പറയും ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണോന്ന് ചോദിക്കും. അപ്പൊ ഇതുപോലെ വിവരക്കേടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോണാണ് സഹോദരന്മാരെ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളി മക്ക മുശ്രിക്കുകൾ എങ്ങനെയാണ് മുശ്രിക്കീങ്ങളായത്? ഞാൻ നിങ്ങളൊരു മിനിറ്റ് ഉണ്ടാക്കാം. എന്ത്? ഞാൻ 10 മിനിറ്റ് കൊണ്ടാണ്ടിരിക്കും. നിങ്ങൾ പിന്നെ അതും പറഞ്ഞു പോകരുത്. പിന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ മനുഷ്യന്മാരെ വേർപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞോളി. ഇത്രയും കേട്ടിട്ടുള്ളൂ. മക്ക മുശ്രിക്കുകൾ എങ്ങനെ മുശ്രിക്കീങ്ങളായി? മക്ക മുശ്രിക്കീങ്ങൾ പല വിശ്വാസക്കാരായിരുന്നു. അപ്പൊ ഞാൻ ആയത്ത് ഓതുന്നുണ്ട്. പിന്നെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു നബിനോട്, നിങ്ങൾ നബിയെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങളെങ്ങാനും ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു ചീത്ത പറയും. ഞാൻ അവിടെ നിർത്താം. അതിന് മറുപടി ഞാൻ പറയാം. അതായത് അത് നിങ്ങൾ ഈ ഇവിടുത്തെ മുശ്രിക്കീങ്ങളും അന്നത്തെ മുശ്രിക്കീങ്ങൾ ചെയ്യണ ഇന്നത്തെ മുശ്രിക്കീങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ വിളിച്ചു തേടുന്ന അമ്പ്യ ഔലിയാക്കന്മാര് ഓലിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാന്റെ അള്ളാഹ് പൊക്കട്ടടാന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ചീത്ത പറയുന്നത് മൊയ്ലേറെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു സ്വൈരം തരികയായി. ഒരു ദൂരവും സമാധാനം ഇല്ലാത്തൊരു വർത്താനായി പോയല്ലോ. നിങ്ങൾ പറഞ്ഞ അന്ന് മക്ക മുശ്രിക്കീങ്ങളോട് പറഞ്ഞ അതേ കാര്യം ഇവിടെ നടക്കണില്ലേ? ഇല്ലേ? ഒരു മുഖാമുഖ വേദിയിൽ ഒരു മൊയ്ലിയാരല്ലേ പറഞ്ഞ് എന്റെ അള്ളാഹ്ക്ക് പൊക്കാൻ കഴിയട്ടടോ?
പറഞ്ഞല്ലേ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹ്ക്ക് കഴിയോ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? അപ്പോ അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് മുസ്ലിയാരെ. നിങ്ങൾ പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങള് ഇത്രയും നീട്ടിപ്പരത്തി പോണ്ട. മക്ക മുശ്രിക്കീങ്ങളോട് അള്ളാന്റെ റസൂൽ ആരാണ് നിങ്ങൾക്ക് മഴ വർഷിക്കുന്നതെന്ന് ചോദിച്ചാലേ അവരെന്താ മറുപടി പറഞ്ഞേന്ന്? ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞു തരണ്ട, നിങ്ങൾ പറഞ്ഞിടത്തോളം മതിയായിക്കണോ? ഇതിനൊരു മറുപടി പറയും. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്? ആര്? മക്ക മുശ്രിക്കീങ്ങൾ. അവര് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അള്ളാഹ് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ആരാണ് മഴ വർഷിക്കുന്നതെന്ന് ചോദിക്കും പോലെ എന്താ പറയാ? അള്ളാഹ്. ഏതല്ലേണോ? അത് വേറെ അല്ലേണോ? ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ പറയണ്ട. അതായത് ആ അള്ള വേറെ അല്ലേണോ അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത അല്ലേണോ? അത് ഇനിയിപ്പം അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുക, ഒരാൾ മുസ്ലിം. ഞാൻ എഴുതി ചോദിച്ചത് അല്ല, നിങ്ങൾ പറയണ്ട. അള്ളാന്ന് പറയണേ ഇവിടെ ചോദിച്ചത് അവരെങ്ങനെ മുശ്രിക്കീങ്ങളായി എന്ന് ചോദിച്ച സമയത്ത് അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞത് പോലെ അള്ളാൻ അറിയുന്നില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ആരാണ് മഴ വർഷിക്കുന്നതെന്ന് പറയുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ? ആരാണ്? എന്നാ ശരി കേട്ടോ, എന്നാ ശരി. പോയിട്ട് പഠിക്കാം. പല വകുപ്പില്ല ഇവിടെ ഒറ്റ വകുപ്പുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വകുപ്പേ ഉള്ളൂ. ശരിക്കും വായിച്ചു നോക്കി, ശരിക്കും വായിച്ചു നോക്കിയാൽ അള്ളാഹെ സംബന്ധിച്ച് പറയണവരുണ്ട്, അള്ളല്ല എന്ന് പറയണവരുണ്ട്, പല കേസുണ്ട്. ആ ഇലാഹും